LDF വടക്കൻ മേഖലാ ജാഥ കണ്ണൂർ ജില്ലയിൽ വളരെ ആവേശകരമായ വരവേൽപ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പര്യടനം തുടരുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം LDFന്റെ കണ്ണൂർ ജില്ലാ കൺവീനറും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ചന്ദ്രൻ ചേരുന്നുണ്ട്. സഖാവ്, എങ്ങനെയാണ് കണ്ണൂരിന്റെ ഒരു പാരമ്പര്യം വെച്ച് വലിയ രീതിയിലുള്ള ആവേശകരമായ വരവേൽപ്പിലാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ഇന്നും നാളെയും കൂടി കണ്ണൂരിലുണ്ട്. എങ്ങനെയാണ് ഈ പര്യടനത്തിന്റെ വരവേൽപ്പിന്റെ ഒരു കാര്യങ്ങൾ? ജില്ലയിലെ 11 അസംബ്ലി മണ്ഡലങ്ങളിൽ 5 അസംബ്ലി മണ്ഡലങ്ങളുടെ പര്യടനം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി പൂർത്തിയായി. ഈ 5 മണ്ഡലങ്ങളിലും അഭൂതപൂർവമായ ഒരു ജനകീയ മുന്നേറ്റമാണ് നമുക്ക് ദൃശ്യമായിട്ടുള്ളത്. അത് കേവലം ആളുകൾ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമല്ല, സമൂഹത്തിൻ്റെ വിവിധ വിഭാഗം ആളുകൾ, അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, അതിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ എല്ലാ കേന്ദ്രങ്ങളിലും പ്രത്യേകമായി നിന്ന് സർക്കാരിനും ജാഥക്കും അഭിവാദ്യം അർപ്പിക്കുന്ന ആവേശകരമായ കാഴ്ചയാണ് ഇന്നലെ ഉടനീളം ദൃശ്യമായിട്ടുള്ളത്. പേരാവൂരിലെത്തുമ്പോൾ ജാഥ വൈകിയാണ് എത്തിയത്. എന്നിട്ട് പോലും മലയോര മണ്ഡലമായ പേരാവൂരിൻ്റെ ഇരിട്ടിയിലായിരുന്നു സ്വീകരണം. രാത്രിയായിട്ട് പോലും തെങ്ങി നിറഞ്ഞ ജനക്കൂട്ടം വഴിയിലുടനീളം നമുക്ക് ദൃശ്യമായിട്ടുണ്ട്. ജനങ്ങളിലൊരു പുതിയ ഉണർവും ആവേശവും പ്രകടമായതാണ് ഈ ജാഥയുടെ ഇന്നലത്തെയും മിനിയാന്നത്തെയും പര്യടനത്തിന് അനുഭവം. ഇന്നും നാളെയുമാണിട്ട് 6 മണ്ഡലങ്ങളിൽ കൂടി ജാഥ പര്യടനം നടത്തും. ഈ 6 മണ്ഡലവും ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാവില്ല. കുറേ കൂടി മെച്ചപ്പെട്ട ഒരു സ്വീകരണമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നാടാകെ ഒരു ഇളകി വരുന്ന പ്രതീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തോ ക്ഷീണം പറ്റി പിറകോട്ട് പോയി എന്ന മാധ്യമങ്ങളുടെയും വലത് രാഷ്ട്രീയ പ്രചാരകന്മാരുടെയും എല്ലാ പ്രചരണങ്ങളെയും അവജ്ഞയോടെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വലിയ ജനകീയ മുന്നേറ്റം തന്നെയാണ് ഈ ജാഥയിലുടനീളം പ്രകടമായിട്ടുള്ളത്. പ്രവർത്തകർ വളരെ ആവേശകരമായിട്ടുള്ളതാണ്. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, സ്ത്രീകൾ, കൃഷിക്കാർ, കർഷക തൊഴിലാളികൾ തുടങ്ങി സമൂഹത്തിൻ്റെ വിവിധ വിഭാഗം ആളുകളെല്ലാം അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. മുൻകാല ജാഥകളിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ട് പോയ സ്വീകരണ പരിപാടികളാണ് ഇന്നലത്തേത്. ഇന്നും തികച്ചും അതിനേക്കാൾ മെച്ചപ്പെടുന്ന നിലയിലുള്ള തയ്യാറെടുപ്പാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. ജനങ്ങൾ വളരെ ആവേശപൂർവ്വമാണ് ഈ ജാഥയെ സ്വീകരിച്ചിട്ടുള്ളത്. കണ്ണൂർ ജില്ലയുടെ രാഷ്ട്രീയവും സംഘടനാപരവുമായ എല്ലാ പാരമ്പര്യവും ഏറ്റവും നല്ല നിലയിൽ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നായി ഈ ജില്ലയിലെ പര്യടനം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. LDF സർക്കാരിന്റെ മൂന്നാം ഭരണത്തിലേക്ക് കടക്കണമെങ്കിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കേണ്ട ഒരു ജില്ല എന്നുള്ളത് കണ്ണൂരാണ്. അതിന് സജ്ജമാണോ ഇപ്പോൾ നിലവിൽ? തീർച്ചയായും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തന്നെ കണ്ണൂർ ജില്ലയിൽ സംസ്ഥാനത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഉണ്ടായതുപോലുള്ള ഒരു അവസ്ഥയല്ല കണ്ണൂർ ജില്ലയിൽ ഉണ്ടായത്. നമ്മൾ പിടിച്ചു നിന്നിട്ടുണ്ട്. ഇപ്പോഴും 11 മണ്ഡലങ്ങളിൽ 8 മണ്ഡലങ്ങളിൽ LDFന് വ്യക്തമായ ഭൂരിപക്ഷം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് നിലയിലുമുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ഇതിൻ്റെ സംഘടനാപരമായ ഒരുക്കങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു. താഴെ തലം വരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും മറ്റും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് പൂർണ്ണമായി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യവും ഇടതുപക്ഷ മുന്നണി വീണ്ടും അധികാരത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകതയും പ്രവർത്തകരിലും ജനങ്ങളിലും എത്തിക്കാൻ ഞങ്ങൾ പരിശ്രമിക്കുകയാണ്. അതിൻ്റെ കൂടി വിജയമാണ് ഈ ജാഥയുടെ ഗംഭീര സ്വീകരണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് കണ്ണൂർ ജില്ല തികച്ചും കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ ഈ കേരളത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം നേടുന്നതിൽ അതിൻ്റെതായ സംഭാവന നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ണൂർ ജില്ലയിലെ ജാഥാ സ്വീകരണം വലിയ ജനകീയ മുന്നേറ്റമായി മാറിയെന്നാണ് LDF കൺവീനർ ചന്ദ്രൻ പറയുന്നത്. കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം PV കുട്ടൻ.